കഴിഞ്ഞ ദിവസം ഒ പിയിൽ വന്നിട്ടുള്ള ഒരു പേഷ്യന്റ്, ഒരു 60 വയസ്സൊക്കെ ഉള്ള ഒരു മെയിൽ പേഷ്യന്റ് ആയിരുന്നു. ആളുടെ കംപ്ലൈന്റ് ഒരു 3 വർഷമൊക്കെ ആയിട്ട് നല്ല മുട്ടുവേദന ഉണ്ട്, അതേപോലെ തന്നെ 2 കാലിലും മുട്ടിന് താഴോട്ട് കടച്ചിലും ഉണ്ട്. എക്സാമിനേഷനൊക്കെ ചെയ്ത് നോക്കി ഞാൻ ആ പേഷ്യന്റിനോട് പറഞ്ഞു, മുട്ടിന് ചെറിയൊരു തേയ്മാനത്തിന്റെ പ്രശ്നം കാണുന്നുണ്ട്, പക്ഷേ കാലുവേദനയ്ക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, അത് നടുവിൽ നിന്നുള്ള ഡിസ്കിന്റെ പ്രോബ്ലം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ പേഷ്യൻ്റ് എന്നോട് പറഞ്ഞു, ഇല്ല ഡോക്ടറെ, എനിക്ക് ഡിസ്കിന് ഇഷ്യൂസ് ഒന്നുമില്ല, എനിക്ക് നടുവേദനയൊന്നും തീരെയില്ല, എനിക്ക് കുഞ്ഞൊക്കെ പണിയൊക്കെ എടുക്കാം, എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിസ്ക് ബൾജുള്ള ഒരാൾക്ക് നിർബന്ധമായും നടുവേദന ഉണ്ടാവണമെന്ന് ഇല്ല. ഒരാൾക്ക് നടുവേദനയോട് കൂടിയിട്ടുള്ള കാലുവേദനയായിട്ട് വരാം, ഇല്ലെങ്കിൽ കാലുവേദന മാത്രമായിട്ട് വരാം, കാലുവേദനയും തരിപ്പും വരാം, ഇല്ലെങ്കിൽ തരിപ്പ് മാത്രമായിട്ടും വരാം. പേഷ്യൻറ്റിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കിയ സമയത്ത് ഡിസ്കിൻ്റെ ബൾജ് കാണുന്നുണ്ടായിരുന്നു. കുറച്ച് നല്ല രീതിയിലുള്ള ഡിസ്കിൻ്റെ ഇഷ്യൂസ് എക്സ്റേയിൽ തന്നെ കണ്ടതോടുകൂടി MRI എടുത്ത് നോക്കി. ഡിസ്ക് ബൾജ് കൊണ്ടുള്ള നെർവ് റൂട്ട് കംപ്രഷൻ, അതായത് റാഡിക്കുലോപ്പതി ആയിരുന്നു ആളുടെ കണ്ടീഷൻ. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇപ്പോൾ ആൾ ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. ഞാനിതിവിടെ പറയാനുള്ള കാരണം, എല്ലാ ഡിസ്ക് ബൾജുള്ള കേസസിലും നടുവേദന ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ കാലുവേദന മാത്രം വരികയാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഡിസ്ക് ബൾജുള്ള എല്ലാവർക്കും നടുവേദന വരും എന്നുള്ളതൊരു മിഥ്യാധാരണയാണ്.